ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ് എന്നൊരു പ്രയോഗമുണ്ട് പഴയ കാലത്ത്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നിലപാടുകളും മലക്കം മറിച്ചിലുകളും കാണുമ്പോൾ അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ചില പ്രയോഗങ്ങളും ന്യായീകരണങ്ങളും ശ്രദ്ധിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്? എന്തൊക്കെയാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം പറയുന്നത്? ഇവിടെ ആരാണ് പറ്റിക്കപ്പെടുന്നത്? നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ വാടകയ്ക്ക് വാങ്ങിച്ച ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഈ 2 ദിവസങ്ങളിൽ നടക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആ ഹെലികോപ്റ്ററിൽ സ്വന്തം അമ്മായി അച്ഛനെ കാണാൻ പോയി എന്നുള്ള തരത്തിലായിരുന്നു വിവാദങ്ങൾ. ആ വിവാദങ്ങൾ 2 ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി. അതിനുശേഷമാണ് നമ്മുടെ നാട്ടിലെ മഴക്കെടുതികൾക്കിടെ ആ പ്രദേശങ്ങൾ സന്ദർശിക്കാതെ മുഖ്യമന്ത്രി പൊന്നാനിയിൽ ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങൾ വൈറലായത്. അതും 2 ദിവസം സോഷ്യൽ മീഡിയയിൽ കറങ്ങിയ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇതിനൊക്കെയുള്ള മറുപടി എന്ന തലത്തിൽ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത്. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. 1 നിക്ക് 2 നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന്. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സന്ധ്യയ്ക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും സർക്കാരിന് അധിക ചെലവുണ്ടായിട്ടില്ല. ഞാൻ ഹെലികോപ്റ്ററിൽ കറങ്ങിയത് കാരണം സംസ്ഥാന ഖജനാവിന് 1 രൂപ പോലും നഷ്ടമുണ്ടായിട്ടില്ല എന്ന് വി.ഡി. സതീശൻ പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ആ യാത്ര വിവാദമാക്കുന്നത് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. കാരണം നിലവിലെ പ്രതിപക്ഷം ഭരിച്ചിരുന്ന സമയത്താണ് 1 മാസം 80 ലക്ഷം രൂപ വാടക കൊടുത്ത് ഒരു ഹെലികോപ്റ്റർ അവിടെ വാങ്ങി ഇട്ടിരിക്കുന്നത് എന്ന് വി.ഡി. സതീശൻ പറയുന്നു. അങ്ങനെയെങ്കിൽ അതിന് 25 മണിക്കൂർ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള സമയം നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൂടെ എന്നുള്ളതാണ് ചോദ്യം. വി.ഡി. സതീശൻ ആ 25 മണിക്കൂറിലെ ചെറിയ സമയം കൊച്ചിയിലേക്ക് പറക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് വിവാദം. അത് ആശുപത്രിയിലുള്ള അദ്ദേഹത്തിന്റെ അമ്മായി അച്ഛനെ കാണാൻ വേണ്ടി ആയിരുന്നു എന്നുള്ളത് കൂടിയാണ് വിവാദത്തിന്റെ പശ്ചാത്തലം. അതിന് മുഖ്യമന്ത്രി പറയുന്ന മറുപടി ഞാൻ പോയത് വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിനല്ല എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ എന്തിനു പോയി എന്ന് അദ്ദേഹം പറയുന്നിടത്താണ് പ്രശ്നം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ചോദിക്കാൻ നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷം ഇല്ല എന്നുള്ളതിലെ വളരെ വേദനാജനകമായ ജനാധിപത്യത്തിന്റെ അവസ്ഥയും ഞങ്ങൾ തുറന്നു കാട്ടുകയാണ്. അദ്ദേഹം പോയി എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ടീമുമായി സംസാരിക്കാനാണ് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ മഴക്കെടുതി മൂലം വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് അതല്ലെങ്കിൽ മന്ത്രിമാരെ മുഴുവൻ വിളിച്ചുകൂട്ടി ഇത് ഏകോപിപ്പിക്കേണ്ട സമയം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കൊരു യാത്ര പോകുന്നു. അത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി തന്നെ പറയുന്ന മറുപടിയാണ് ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് ടീമുമായിട്ട്
ബന്ധപ്പെടാൻ വേണ്ടി, അവരുമായി ചർച്ച ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു എന്നുള്ള കാര്യം. ആ ഇൻവെസ്റ്റ്മെന്റ് ടീം തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ട് ശേഷമാണ് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരെ കണ്ടില്ലെങ്കിൽ അത് കേരളത്തിനൊരു പ്രയാസമാകും എന്നുള്ള രീതിയിലാണ് VD സതീശൻ സംസാരിച്ചത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അതൊരു പ്രയാസമാകുന്നുണ്ടോ? കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിനോ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനോ ഒന്നും ആരും എതിരല്ല. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഈ ഇൻവെസ്റ്റ്മെന്റ് ടീമിനെ കാണാൻ വേണ്ടി മാത്രം ഇത്തരം ഒരു സാഹചര്യത്തിൽ കൊച്ചിയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നോ എന്നുള്ളതാണ് കേരളത്തിൽ ഉയരേണ്ട ചോദ്യം. ആ ചോദ്യം പ്രതിപക്ഷം പോലും ഉന്നയിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇവിടെ നേരത്തെ പറഞ്ഞ ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ് എന്നുള്ള കാര്യം വരുന്നത്. VD സതീശൻ പറഞ്ഞത് കൊച്ചിയിലുണ്ടായിരുന്ന ആ ഇൻവെസ്റ്റ്മെന്റ് ടീമിന് വളരെ പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വന്ദേ ഭാരതിലെ ബുക്കിംഗ് മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് പോയത് എന്നുള്ളതാണ്. ഇവിടെ ഒരു ചോദ്യം നമ്മുടെ പ്രതിപക്ഷം ചോദിക്കണമായിരുന്നു. എന്തുകൊണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് ടീമിന്, അവർക്കാണല്ലോ തിരക്ക്, ആ ഇൻവെസ്റ്റ്മെന്റ് ടീമിന് തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയെ കണ്ടുകൂടാ? നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയിട്ട് ഒരു പ്രൈവറ്റ് ടീമിനെ, ഒരു സ്വകാര്യ ടീമിനെ കാണുകയാണോ വേണ്ടത്? അവർ തലസ്ഥാനത്ത് വന്ന് മുഖ്യമന്ത്രിയെ കാണുകയാണോ വേണ്ടത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ്. പ്രത്യേകിച്ച് കേരളം മഴക്കെടുതിയിൽ ഉഴലുന്ന സമയത്ത് മുഖ്യമന്ത്രി ആ യാത്ര നടത്തേണ്ടിയിരുന്നോ എന്നുള്ള ചോദ്യം ഉയരേണ്ടിടത്താണ് അമ്മായിയച്ഛനെ കാണാൻ പോയി എന്നുള്ള രീതിയിൽ ആ ചോദ്യത്തെ നിസ്സാരവൽക്കരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം, മുഖ്യമന്ത്രി പറഞ്ഞത് 2-3 മണിക്കൂർ മാത്രമാണ് ആ ഹെലികോപ്റ്റർ ഞാൻ ഉപയോഗിച്ചത്. ആ ഉപയോഗിച്ചതിലൂടെ സംസ്ഥാന ഖജനാവിന് 1 രൂപയുടെ പോലും നഷ്ടം സംഭവിച്ചിട്ടില്ല. 25 മണിക്കൂർ ഫ്രീ ആയി യൂസ് ചെയ്യാവുന്ന ഹെലികോപ്റ്ററാണ്. അത് കഴിഞ്ഞ സർക്കാർ 2026 സെപ്റ്റംബർ 19 വരേക്കും വാടകയ്ക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഹെലികോപ്റ്ററാണ് എന്നുള്ളതാണ്. ശരിയായിരിക്കാം. പക്ഷെ ആ 25 മണിക്കൂർ നാടിന്റെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിച്ചുകൂടെ എന്നുള്ള ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. രണ്ടാമതൊരു കാര്യം, മുഖ്യമന്ത്രി ഉന്നയിച്ച ഒരു ആരോപണമാണ്. ഞാൻ പോയത് പേഴ്സണൽ ആവശ്യത്തിനല്ല. പക്ഷെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടി സമ്മേളനത്തിന് ഈ ഹെലികോപ്റ്ററിൽ പോയിട്ട് അത് സർക്കാർ ഫണ്ടിൽ, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിക്കരുത് എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ശരിയായിരിക്കാം. പിണറായി വിജയൻ സ്വന്തം ഭരണത്തിൽ അത്തരം ചില സംഗതികൾ ചെയ്തു എന്ന് ജനത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് ജനം അവരെ ഭരണത്തിൽ നിന്ന് 102 സീറ്റ് ഭൂരിപക്ഷത്തോടു കൂടി UDF-ന് അധികാരത്തിലേറ്റിയത് എന്ന് മുഖ്യമന്ത്രി മറന്നുപോയോ? പിണറായി വിജയൻ ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ജനം നിങ്ങളെ തെരഞ്ഞെടുക്കേണ്ടിയിരുന്നു എന്നുള്ള ചോദ്യം കൂടി അവിടെ ബാക്കിയാണ്. അതുമാത്രമല്ല, പിണറായി വിജയൻ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്ത നിലവിലെ മുഖ്യമന്ത്രി VD സതീശനും നിലവിലെ UDF സംവിധാനവും അതിലെ പാർട്ടികളും ഇപ്പോ എടുക്കുന്ന നിലപാട്, അത് ആർക്ക് വേണ്ടിയാണ്, എന്താണ് അതിന്റെ മോട്ടീവ് എന്നുള്ളത് ജനം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും പറ്റിക്കപ്പെടുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച കേരളത്തിലെ സാമാന്യ ജനങ്ങളാണ് എന്ന് പറയേണ്ടി വരും. മൂന്നാമതൊരു കാര്യം, പത്രപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ആ പത്രസമ്മേളനത്തിൽ ചോദ്യമുയരുകയാണ്. അപ്പോൾ CMA, നിങ്ങൾ അവിടെ പോയിട്ട് ഒരു കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്തില്ലേ, അതിന്റെ തൊട്ടടുത്തായിരുന്നില്ലേ ഈ മഴക്കെടുതി ഉണ്ടായിരുന്ന പ്രദേശം എന്നൊക്കെ പറയുമ്പോൾ അതിനോടുള്ള CM-ന്റെ മറുപടി, അങ്ങ് ഇവിടെ വന്നിരുന്നു പ്രസംഗിക്ക്, വേറെ അങ്ങനെയല്ല മറുപടി പറയേണ്ടത്. അങ്ങനെ മറുപടി പറഞ്ഞ ഒരാളെ മാറ്റിയിട്ടാണ് ജനങ്ങൾ ഈ സീറ്റിൽ നിങ്ങളെ പ്രതിഷ്ഠിച്ചത് എന്നെങ്കിലും
നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. ജനാധിപത്യ ചേരി ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഇതെന്ന് പറയാതെ വയ്യ. നമ്മൾ ഓർക്കേണ്ടത് 2004 മുതൽ 2014 വരെ ഇന്ത്യ ഭരിച്ച UPA സർക്കാരിനെയാണ്. എന്തുകൊണ്ടാണ് ആ സർക്കാരിനെതിരെ ജനങ്ങൾ 2014 വിധി എഴുതിയത് എന്ന് ആലോചിച്ചു നോക്കിയാൽ നമുക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാകും. അഴിമതികള്, സാമ്പത്തിക പ്രതിസന്ധികള്, തൊഴിലില്ലായ്മ, അതിൻ്റെയൊക്കെ കൂടെ കോർപ്പറേറ്റുകളുമായുള്ള സർക്കാരിന്റെ ബന്ധം കൂടിയാണ് അന്ന് നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും UPA സർക്കാരിനെതിരെ ഉയർത്തിയത്. ആ UPA സർക്കാരിനെ അത്തരം ജനകീയ വിഷയങ്ങളിൽ തളച്ചിട്ട് മറിച്ചിട്ട് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ഇപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഇന്ത്യ എന്താണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അതേ അവസ്ഥ നമ്മുടെ കേരളത്തിൽ വരുന്നതിനെ കുറിച്ച് നമ്മുടെ ജനാധിപത്യ മതേതര മുന്നണികൾ വളരെ വിപുലമായ ഉൾപാർട്ടി ചർച്ചകൾ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ അഭിപ്രായപ്പെടാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ പ്രതിപക്ഷത്തെ കുറിച്ചാണ്. നമ്മുടെ പ്രതിപക്ഷം എന്ത് തരം ആരോപണങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്തി വിടുന്നത്? ജനകീയ വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ട പ്രതിപക്ഷം ജനകീയമല്ലാത്ത വിഷയങ്ങളിൽ വ്യക്തിപരമായ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയും നേരത്തെ പറഞ്ഞ ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ് എന്നുള്ള ചൊല്ലിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു വിഷയം സർക്കാരിനെതിരെ ഉന്നയിക്കുമ്പോൾ അതേ വിഷയത്തിൽ പ്രതിപക്ഷം മുന്നേ ഭരിച്ചിരുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ഹെലികോപ്റ്റർ വിഷയം അതിലെ ഒരു ഉദാഹരണമാണ്. PM ശ്രീ വിഷയം അതിലെ ഒരു ഉദാഹരണമാണ്. പത്രക്കാരോടും മറ്റു പൊതുജനങ്ങളോടുമുള്ള സമീപനങ്ങൾ അതിലെ ഉദാഹരണങ്ങളാണ്. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ ഉദാഹരണമാണ്. ഇത്തരത്തിൽ സ്വയം ഭരിച്ചിരുന്ന സമയത്ത് ചെയ്ത പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതിപക്ഷത്തിനും ഭയമുണ്ട് എന്ന് വേണം കരുതാൻ. അത്തരമൊരവസ്ഥയിൽ ഇവിടെ പറ്റിക്കപ്പെടുന്നത്, അതല്ലെങ്കിൽ ഇവിടെ നിരാശരാകുന്നത് വോട്ട് ചെയ്ത സാമാന്യ ജനങ്ങളാണ് എന്ന് വേണം പറയാൻ.